ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാം. ഇതൊരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ടു വട്ടമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിന്ന്. ഈ ചുട്ടരച്ച മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇടാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക്, 10 ഉണക്കമുളക് ഇടാം. 15-20ഓളം കുഞ്ഞുള്ളി ഇടണം. 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി മറിച്ചു കൊടുത്തിട്ട് അതൊരുവിധം പാകമായി വരുന്നത് വരെ നമ്മളിത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിനിടയിൽ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിത് കനലുള്ള അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതിന് പകരമാണ് ഇങ്ങനെ മണ്ണിൻ്റെ കലത്തിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കണത്. അതുപോലെയുള്ളൊരു ടേസ്റ്റ് തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ സെയിം ചട്ടിയിൽ തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കഷ്ണം ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളി കൂടിയിട്ട് ചതച്ചിട്ട് അതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് ഒരു നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി അത് ഒരുവിധം ഉടയണത് വരെയും നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കണം. തക്കാളി നന്നായിട്ട് വാടി ഉടഞ്ഞൊരു പാകം ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കണം. കൈയെടുക്കാതെ ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയും നമ്മളത് നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ അരപ്പ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ വറ്റിയിട്ട് തെളിയണ വരെയും നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. ഞാനിതിൽ ചാള മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് മീൻ വെച്ചിട്ടായാലും ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഉറപ്പായിട്ടും ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ മീൻകറി പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെറുതെ പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് വേറെ ഉള്ളിയൊന്നും കാച്ചേണ്ട ആവശ്യമില്ല. വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 2 വേപ്പില കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.